ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിർദ്ദേശിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും. വിധി പറഞ്ഞ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുക. അതേസമയം അഭിപ്രായം പറയുവാൻ ആർക്കും അവകാശമുണ്ടെന്നും പ്രായോഗിക തലത്തിൽ കോടതിയുടേതാകും അവസാന വാക്കെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രയോഗതലത്തിൽ എങ്ങനെയായിരിക്കണം ഗവർണർമാരുടെ പെർഫോമൻസ്, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടത്തുന്നത് തർക്കമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങളെ പറ്റി അഭിപ്രായം വരും. ആ അഭിപ്രായം വന്നതുകൊണ്ട് ആകെ ഒരു സമീപത്തിൽ മാറ്റം വരുമെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഭരണഘടനാ പരിരക്ഷയുണ്ട്. തങ്ങളുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ മറുപടി നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? എന്നിരിക്കെ സുപ്രീം കോടതി സമയക്രമം നിശ്ചയിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാകും കേന്ദ്രം ഉയർത്തുക. ഇത്രയും വലിയ ഭരണഘടനാ വ്യാഖ്യാനം നടത്തേണ്ടത് രണ്ടംഗ ബെഞ്ചല്ലായിരുന്നു എന്ന വാദങ്ങളും ഉയരുന്നുണ്ട്. സാധാരണയായി ജഡ്ജിമാർ അവരുടെ ചേംബറിൽ തന്നെ പരിശോധിക്കുകയാണ് പതിവ്. അതേസമയം പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ പരിഗണിച്ച് വാദം കേൾക്കണമെന്ന ആവശ്യവും ഉന്നയിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അനുവദിക്കുകയും ചെയ്യും. പുനഃപരിശോധനാ ഹർജി നൽകുന്നെങ്കിൽ തുറന്ന കോടതിയിൽ കേൾക്കാനുള്ള അപേക്ഷയും കേന്ദ്രം നൽകാനാണ് സാധ്യത. എന്തു കാരണം കൊണ്ടായാലും ഗവർണർമാർ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വിമുഖതയോ അലസതയോ കാണിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഗവർണർമാർ ബോധപൂർവമോ അല്ലാതെയോ ഭരണത്തിന് തടസ്സം നിന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെ ബാധിക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തും വെവ്വേറെ പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ പ്രശ്നം രൂക്ഷമാകുന്നതിനാൽ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കാൻ ഗവർണർമാർ ജാഗ്രത പുലർത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിധിന്യായത്തിലാണ് കോടതി ഇക്കാര്യം വിശദീകരിച്ചത്. ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിലോ രാഷ്ട്രപതിക്ക് അയക്കുന്നതിലോ ഗവർണറുടെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ നിഷ്ക്രിയത്വം ഉണ്ടായാൽ അത് ഫെഡറൽ തത്വങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാകും. കേന്ദ്രവും സംസ്ഥാനവും വെവ്വേറെ പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ ഗവർണർമാർ ജാഗ്രത പുലർത്തണമെന്നും കോടതി അറിയിച്ചു. വിധിയുടെ പകർപ്പ് എല്ലാ ഗവർണർമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും അയച്ചു കൊടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്കുള്ള സമയപരിധി സംബന്ധിച്ചും വിധിയിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ബില്ല് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് 1 മാസത്തിനകം വേണം. മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ബില്ല് തിരിച്ചയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ വേണം. തിരിച്ചയച്ച ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ അതിൽ ഗവർണർ 1 മാസത്തിനുള്ളിൽ അംഗീകാരം നൽകണം. തിരിച്ചയക്കുന്ന ബില്ലുകൾ നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ ഗവർണർ അതിന് അംഗീകാരം നൽകുകയേ മതിയാകൂ. സുപ്രീം കോടതി വിധി തമിഴ്നാടിന്റെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളുടെയും വിജയമാണെന്നും MK സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു. അതേസമയം സുപ്രീം കോടതി ഉത്തരവിനെ വിമർശിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തെത്തി. സുപ്രീം കോടതി അധികാര പരിധി ലംഘിച്ചുവെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു.